ദുഷ്ടശക്തികൾക്കൊപ്പം നിൽക്കുന്നതിലും ഭേദം ഭരണമില്ലാതിരിക്കുന്നതാണെന്ന് പാലാ നഗരസഭയിലെ UDF കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കൊപ്പം തുടരുന്നത് ആത്മഹത്യാപരമാണെന്നും ബിജു മാത്യൂസ് പറഞ്ഞു. ചെയർപേഴ്സന്റെ വാച്ച് മോഷ്ടിച്ചുവെന്ന കള്ളക്കേസ് കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. യോജിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെന്നും ഇത് മാത്രമാണ് വെളിയിൽ വന്നതെന്നും ബിജു മാത്യൂസ് പറയുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഭരണം കേരളത്തിൽ ഭരണം ഉണ്ടല്ലോ. ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇവരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് ഭരണം നടത്തുന്നത് എന്ത് ആത്മഹത്യാപരമാണ്. എന്ത് കഷ്ടമുണ്ട്. തല്ലാൻ വരുന്നു, കള്ളക്കേസിൽ കൊടുക്കുന്നു, ഓരോരുത്തരെ ഓരോരോ സമയത്തിൽ എങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്യാമോ ആ രീതി ചെയ്യുന്നു. ഒരു വനിതാ കൗൺസിലർ, അതായത് വൈസ് ചെയർമാനാണ്, കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. ഇറങ്ങി ഓടിപ്പോകുന്ന സംഭവം എവിടെ കാണാൻ പറ്റും? ഓരോ അവസരത്തിലും ഈ രീതിയിലുള്ള തല്ലാൻ വരുന്നു, മർദ്ദിക്കാൻ ചാടി വരുന്നു. എത്രയോ തവണയാണ്, 2 തവണ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഒറ്റ തവണയല്ല, ഒരു കാര്യം മാത്രമേ പുറത്തോട്ട് ഉള്ളൂ എന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ പരമാവധി നോക്കി. 2ാം തവണയെ തല്ലാൻ വരുന്നേ. 2 തവണയും ആൾക്കാർ പിടിച്ചു മാറ്റുന്നതുകൊണ്ടാണ്. ഇനി ഞങ്ങൾ തന്നെ തല്ലി മേടിക്കണോ? ഒരിക്കലും നടക്കില്ല. ഞങ്ങളത് ഈ പാലായിട്ട് സമൂഹത്തിന് മുമ്പിലോട്ട് വിളിച്ചു പറഞ്ഞു. ഒരാൾ വിളിച്ചു പറയാൻ വേണമായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. അനീതിക്കെതിരെ, അതുപോലെ തന്നെ ദുഷ്ടശക്തികൾക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന ഭരണത്തിലെത്തിയ സാഹചര്യത്തിൽ നഗരസഭാ ഭരണത്തിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. തങ്ങളുടെ പ്രതിഷേധം 5 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു സ്വതന്ത്ര കൗൺസിലറും എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് UDF നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ് MPയും മാണി സി കാപ്പനും UDF നേതൃത്വവും പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കൗൺസിലർമാർ അതിന് തയ്യാറല്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരസഭ ഭരണം പോയാലും പ്രതിപക്ഷത്തിരുന്നാലും സ്വതന്ത്ര കൂട്ടായ്മയ്ക്കൊപ്പം നിൽക്കില്ലെന്നുമാണ് കോൺഗ്രസ് കൗൺസിലർമാരുടെ നിലപാടെന്ന് ബിജു മാത്യൂസ് വ്യക്തമാക്കി. കൃത്യമായിട്ട് ഞങ്ങൾ വിവരങ്ങൾ കോൺഗ്രസിനെയും UDFൻ്റെ നേതാക്കളെയും, പ്രത്യേകിച്ച് MLA, MP, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും എല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കൃത്യമായ വിവരങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ തീരുമാനവും എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 5 പേരും, 5 കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും പിന്നെ സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള മായ രാഹുലും ചേർന്ന് 6 പേരും ഈ സ്വതന്ത്ര മുന്നണിയുമായി ഇനി യോജിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുമായിട്ട് വന്നാലും ശരി, അവരെ ഇനി യോജിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.